മുത്തശ്ശി റെഡിയായോ? ഈ ലച്ചു ഇത് എവിടെ പോയിരിക്കാ? ഇതുവരെ റെഡിയായില്ലേ? ഞാൻ റെഡി മുത്തശ്ശി. വാ വാ. ക്ലാരമ്മ മാർക്കറ്റിലും പള്ളിയിലും ഒക്കെ പോയിച്ച് ഇവിടെ എത്തുമ്പോ നേരെ ഉച്ചയാകുന്ന ലക്ഷണമാ. അല്ല മുത്തശ്ശി, നമ്മളിപ്പോ പോകുന്നത് അമ്പലത്തിലേക്ക് തന്നെയല്ലേ? അതെ, പക്ഷെ നമ്മൾ തിരിച്ചു വരാൻ കുറച്ച് വൈകും. അവിടെ സപ്താഹം നടക്കുകയാണല്ലോ. പള്ളിക്കലെ അനിലല്ലേ ആചാര്യൻ. അയാളുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാ. നമുക്ക് ഉച്ചയ്ക്ക് സമൂഹ സദ്യയൊക്കെ കഴിച്ചിട്ടിങ് വരാം. ലച്ചുവിനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ മുത്തശ്ശി? പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മുത്തശ്ശിയും കൂടുമല്ലോ അല്ലേ? പിന്നെ അല്ലേ, നമുക്ക് മാളിലൊക്കെ കേറി ഒന്ന് അടിച്ചു പൊളിക്കാന്നേ. അല്ല, അപ്പൊ പിന്നെ നിങ്ങൾ ഇറങ്ങുകയല്ലേ? ആ കാര്യം തന്നെയാ പറഞ്ഞേ. ഞങ്ങൾ വരെ ചിലപ്പോ കുറച്ച് വൈകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയും ഗോമതിയും കൂടെ വേണം നോക്കാൻ. ക്ലാരമ്മ ഇവിടെ ഇല്ല. ആ പൂജമോളോട് വെറുതെ വഴക്കിനൊന്നും പോയേക്കരുത്. ഏയ് മുത്തശ്ശി, ധൈര്യമായിട്ട് പോയിട്ടോ. ഞാൻ പൂജയെ ഒന്നുമല്ല നോക്കിക്കോളാം. ഓ ശരി ഏട്ടത്തി. ശരി മോളെ, പോയിട്ടോ. ശരിയാക്കി തരാം. ഇങ്ങനൊരവസരം കിട്ടിയിട്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിവരമുള്ള ആരെങ്കിലും വിചാരിക്കോ? ഗോമതി ചേച്ചി, എന്താ മോളെ, ഒന്ന് വരുവോ? എന്താ മോളെ? ചേച്ചി, എനിക്ക് ഭയങ്കര തലവേദന. പറ്റി? അത് അറിയില്ല, തല പൊട്ടിപ്പൊളിയ. ഞാൻ കടുപ്പത്തിൽ ചായ ഇട്ടുണ്ട് വരാം. ചേച്ചി, എന്താ മോളെ? ഇത് ചായയിൽ നിൽക്കൊന്നും തോന്നുന്നില്ല. എനിക്ക് ചേച്ചി ഒരു ഉപകാരം ചെയ്യോ? പറ മോളെ. എനിക്ക് ഒരു ടാബ്ലറ്റ് വേണമായിരുന്നു. ചേച്ചി ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരുമോ? പിന്നെന്താ? ലക്ഷ്മി മെഡിക്കൽസിൽ നിന്ന് വാങ്ങിയാൽ മതി. അയ്യോ, അതങ്ങ് ഒത്തിരി ദൂരെ ഇല്ലയോ? എനിക്ക് അവിടുത്തെ മരുന്നേ പിടിക്കൂ. എനിക്കാണെന്ന് ദിനേശനോട് പ്രത്യേകം പറഞ്ഞാൽ മതി. ശരി മോളെ, മോള് പോയി കുറച്ച് നേരം കിടക്ക്. അപ്പോഴേക്കും ഞാൻ മരുന്നും കൊണ്ട് ഓടി വരാം. ശരി ചേച്ചി. ശരി. പൂജമോളെ, പൂജമോളെ അവിടെ ഇരിക്കേ. ഈയിടെയായിട്ട് മോൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഞാൻ മോൾക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ നോക്കി. ആപ്പിള്, മുന്തിരി, കാഷ്യൂനട്ട്, ബദാം പരിപ്പ്, ഈന്തപ്പഴം, പിന്നെ കുങ്കുമപ്പൂ ഇട്ട് തിളപ്പിച്ച് നല്ല ഒന്നാന്തര ആട്ടുംപാൽ എടുത്തു വെക്കാൻ ഞാൻ ആ ഗോമതി ചേച്ചിയോട് പറഞ്ഞിരുന്നതാ. ഒരു അനുസരണ ഇല്ലെന്നേ. എന്താ ചെയ്യ? ആട്ടുംപാലേ നമ്മുടെ മഹാത്മാഗാന്ധി കുടിച്ചിരുന്ന സാധന. ദിവ്യ ഔഷധമല്ലേ? ഇത് കഴിക്ക്. കഴിക്കുമോളെ, വാങ്ങിക്കുമോളെ. എന്താ മടിച്ചിരിക്കുന്നേ? കഴിക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങനെ വേണം കഴിക്കാൻ. അതെന്തിനാ? അല്ല, നമ്മൾ ഈ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അത് കഴിക്കുമ്പോ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം കഴിക്കാൻ. അതാണ് ശാസ്ത്രം. അയ്യോ, കഴിച്ചു. കഴിക്കുമോളെ, കഴിക്ക്. വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി എന്റെ കുട്ടി.
ആ, ചേച്ചി കഴിക്കുന്നില്ലേ? ആ, വേണ്ട മോളെ, മോള് കഴിച്ചോ? അല്ല, ചേച്ചിയും കൂടി കഴിക്കേ. ഓ, അതിനെന്താ. ആ, സമാധാനായ മോക്ക്. ഇനി കഴിക്കും മോള്. ആ, കഴിച്ചു കഴിച്ചു. അയ്യോ, എന്താ മോളെ? മതി. അയ്യോ, അങ്ങനെ പറഞ്ഞു പറ്റില്ല. ഇത് മുഴുവൻ കഴിക്കണ്ടേ? ആ, എന്നാ ശരി, ഇത് മാറ്റി വെച്ചേക്കാം. ആ, ദേ ഈ ആപ്പിൾ എടുത്ത് കഴിക്ക്. ആ, കഴിക്ക് കഴിക്ക്. An apple a day keeps a doctor away എന്നാ. ദിവസവും ഒരു ആപ്പിൾ കഴിച്ച ഡോക്ടറുടെ സേവനം വേണ്ടി വരില്ലെന്നാ. ആ, മോള് കേട്ടിട്ടില്ലേ? കഴിക്ക് 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 മോളെ. ഇത് മാത്രമല്ല, ദേ ഈ പാത്രത്തിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും മോളി ഇവിടെ ഇരുന്ന് സ്വസ്ഥായിട്ട് കഴിക്കണം. അയ്യോ, ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല. വേണ്ട, ഞാൻ കൂടി സഹകരിക്കാം. കഴിക്കും മോളെ. നല്ല സ്വാദല്ലേ? അതെ, ഹിമാചലിൽ നിന്നുള്ള ആപ്പിള് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാ. അതും മോൾക്ക് വേണ്ടി മാത്രം. കഴിക്കും മോളെ. ഇനി ഇത് കഴിക്ക. അയ്യോ, മതി ചേച്ചി, എനിക്ക് വേറെ നിറഞ്ഞു. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? മോൾക്ക് കയ്യും കാലും കഴിക്കുന്നുണ്ടല്ലേ? ഇല്ല. ഉണ്ട്. ആ കാലിങ് കാണിച്ചേ. വിഷമിക്കുന്ന മോളെ, ചേച്ചി ഉഴിഞ്ഞാരാം. അയ്യോ, വേണ്ട ചേച്ചി. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇതൊക്കെ ഒരു നാത്തൂന്റെ കടമയല്ലേ? ആശ്വാസം ഉണ്ടോ? എപ്പ ആവശ്യം വന്നാലും ചേച്ചിയോട് പറഞ്ഞാ മതി, ഞാൻ തടുത്തരാം. ആ, ഗോതി ചേച്ചി എത്തിയോ?